നവാസിന് പകരക്കാരനായിട്ട് കലാഭവന് വന്ന ഒരാളാണ് ഞാൻ. നവാസ് സിനിമയിൽ തിരക്കായ സമയത്ത് മാട്ടുപ്പെട്ടി മച്ചാൻ ആ സിനിമയൊക്കെ തിരക്കായ സമയത്ത് നവാസിന് പകരക്കാരനായിട്ടാണ് എന്നെ കലാഭവനിലോട്ട് വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ കലാഭവനിൽ വന്നപ്പോഴും നവാസ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. അത് കഴിഞ്ഞ് പിന്നെ നല്ല സൗഹൃദമായി. അത് വർഷങ്ങളോളം ഇപ്പോഴും ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കോട്ടയം നസീറൊക്കെയും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെപ്പോഴും ഡെയിലി തമാശകൾ പറച്ചിലും അങ്ങനെ വളരെ ഒരാളായിരുന്നു നവാസ്. എല്ലാവർക്കും അറിയാം നവാസിനെ കുറിച്ച്. ഒരിക്കലും ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവാസുകാർ അതേപോലെ ആരോഗ്യം നോക്കുകയും അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സൗഹൃദം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പം അത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് കേട്ടതാണ്. കഴിഞ്ഞ ചോറ്റാനിക്കരോട്ടി നേരം വരെ ഞങ്ങളെല്ലാവരും അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഭയങ്കര നഷ്ടമാണ്. കാരണം നവാസ്ക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നവാസ്കയെ പറ്റി ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു കലാകാരൻ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഒരു 70-75ഓളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യമാണോ വിനോദേട്ടാന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നത്. കാരണം കഴിഞ്ഞ അമ്മ അസോസിയേഷൻ്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ്. ഞാനൊക്കെ അന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു. നമ്മുടെ അമ്മയുടെ ഫംഗ്ഷൻ കലാഭവൻ്റെ ഒരു മിമിക്സ് വർക്ക്ഷോപ്പ് വന്നപ്പോൾ ഉദ്ഘാടനത്തിൽ വന്നു 5-ാം തീയതി. അന്ന് വന്ന് കുറേ കഥകൾ പറഞ്ഞു. കലാഭവനിൽ വന്നപ്പോഴുള്ള കഥ, ഞാൻ ഇങ്ങനെ പുള്ളി പരിചയപ്പെടുത്തിയ കഥ, അച്ഛനെ പരിചയപ്പെടുത്തിയ കഥ എല്ലാം അന്ന് കുറേ നാൾ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇതൊന്നും മനസ്സിലാവണില്ല. കണ്ടു കഴിയുമ്പോൾ എൻ്റെ മോള് രഹന, അവളെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. വേറൊന്നും പറയാനില്ല. മാനസികാവസ്ഥയല്ല എനിക്ക്. നവാസ് ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സഹിക്കാൻ പറ്റുന്നില്ല.